ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് അഫനാസി നിക്കിതിൻ സീമൗണ്ട്, സിക്കിൾ സെൽ ഡിസീസ്, കൃഷി ICCC, ന്യൂ കളക്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഗോൾ, നിമ്മു പദം ദർച്ച റോഡ്, കർബിംഗ് ബ്ലാക്ക് കാർബൺ എമിഷൻസ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AN സീമൗണ്ടിനെ കുറിച്ചാണ്. ഈ അഫാനസി നിക്കിതിൻ സീമൗണ്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇത് ബേസിക്കലി നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള ഒരു സീമൗണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റീജിയൻ ആണ്. അപ്പോൾ ആ പ്രദേശങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ അവിടെയുള്ള റിസോഴ്സസിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയുടെ അടുത്ത് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 1 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ഏരിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബേസിക്കലി ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയിലും അതുപോലെ സീബെഡ് അതോറിറ്റിയിൽ ഈ പറയുന്ന പെർട്ടിക്കുലർ സീമൗണ്ടിലുള്ള, അതായത് ഇന്ത്യൻ ഓഷനിൽ കിടക്കുന്ന ഒരു ഇന്ത്യൻ ഓഷൻ്റെ സീബെഡിൽ ഓഷ്യാനിക് റീജിയനിൽ കിടക്കുന്ന, അതായത് നമ്മുടെ ഇന്ത്യയുടെയൊക്കെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലിൻ്റെ ഒരുപാട് പുറത്ത് കിടക്കുന്ന, ഇന്ത്യയിൽ നിന്ന് ഏകദേശം 3000 കിലോമീറ്റർ ദൂരത്ത് കിടക്കുന്ന ഒരു സീമൗണ്ടാണിത്. അപ്പോൾ ഈ ഒരു റീജിയനിൽ റിസോഴ്സസിന് വേണ്ടിയിട്ട് എക്സ്പ്ലോറേഷൻ, അല്ലെങ്കിൽ അവിടെയുള്ള റിസോഴ്സസ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒന്നിലധികം പ്രദേശങ്ങളിൽ, ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള ഓഷ്യാനിക് റീജിയനിൽ 2 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ഇന്ത്യ എക്സ്പ്ലോറേഷൻ റൈറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒരു സ്ഥലം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച അഫനാസി നിക്കിതിൻ സീമൗണ്ട് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ AN സീമൗണ്ട് എന്ന് പറയും. അപ്പോൾ ഈ AN സീമൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷൻ റീജിയനിലെ ഒരു സെൻട്രൽ ഏരിയയിലായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ കോസ്റ്റിൽ നിന്ന് ഏകദേശം 3000 കിലോമീറ്റർ ദൂരത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ വലിയ രീതിയിലുള്ള കോബാൾട്ട്, നിക്കല്, മാംഗനീസ്, അതുപോലെ തന്നെ കോപ്പർ എന്നീ റിസോഴ്സസിൻ്റെ അല്ലെങ്കിൽ എന്നീ മിനറൽസിൻ്റെ വളരെ റിച്ച് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്നാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞൊരു 10-20 വർഷമായിട്ട് നടക്കുന്ന സ്റ്റഡീസിലൂടെ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതൊരു ഓഷ്യാനിക് റീജിയനിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ, ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൻ്റെ പുറത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ചുമ്മാ അവിടെ കയറി ചെന്ന് ഈ പറയുന്ന മിനറൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള അവകാശം നമുക്ക് കിട്ടണമെങ്കിൽ ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ കൺവെൻഷൻ ലോ ഓഫ് സീസ് അനുസരിച്ച്, അല്ലെങ്കിൽ UN ക്ലോസ് അനുസരിച്ച് ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയുടെ അനുമതി കിട്ടിയാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. യൂഷ്വലി ഈ പറയുന്ന ഓഷ്യാനിക് റീജിയനിൽ, അതായത് നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൻ്റെ ഒക്കെ ഒരുപാട് പുറത്ത് ഈ ഓഷ്യാനിക് ക്രസ്റ്റിലൊന്നും ഇത്തരത്തിൽ ആരും മിനറൽ എക്സ്പ്ലോയിറ്റേഷൻസ് നടത്താറില്ല. കാരണം അത് വളരെ കോസ്റ്റ്ലി ആണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്ത്യ ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ പ്രദേശങ്ങളിൽ ചൈനയുടെ റിസർച്ച് ആക്ടിവിറ്റീസ് ഈ അടുത്ത കാലഘട്ടത്തിലായിട്ട് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ഓഷൻ റീജിയനിലാണ് ഈ പ്രദേശം ഉള്ളതെങ്കിലും ഈ പറയുന്ന ഇന്ത്യൻ ഓഷൻ റീജിയനുമായിട്ട് ഇന്ത്യക്ക് കോസ്റ്റ് ഉണ്ട്. ചൈനക്ക് അത് ഇല്ലെങ്കിൽ പോലും ഈ ഓഷ്യാനിക് റീജിയൻസിൻ്റെ കേസിൽ, ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൻ്റെ പുറത്ത് കിടക്കുന്ന, നമ്മൾ ഹൈസീസ് എന്ന് വിളിക്കുന്ന പ്രദേശങ്ങളുടെ കേസിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ റൈറ്റ്സ് ആണുള്ളത്. അപ്പോൾ ചൈനക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇന്ത്യ ചെയ്തതുപോലെ ഈ പ്രദേശങ്ങളിൽ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റിയുടെ അനുവാദത്തോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള മിനറൽ എക്സ്പ്ലോയിറ്റേഷൻസ് നടത്താം. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം, ഇന്ത്യൻ ഓഷൻ റീജിയനിലുള്ള ചൈനീസ് നേവൽ ആക്ടിവിറ്റി ഓൾറെഡി വളരെയധികം കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നാളെ ചൈന ഇത്തരത്തിലൊരു മിനറൽ എക്സ്പ്ലോയിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇന്ത്യൻ ഓഷൻ റീജിയനിൽ അവർക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ചൈനീസ് പ്രസൻസ് നമ്മളിവിടെ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഈ ചൈനയുടെ ഈ ഒരു ഗ്രോവിങ് റിസർച്ച് ഇനീഷ്യേറ്റീവ്സ് ഈ പ്രദേശങ്ങളിൽ നടക്കുന്നതുകൊണ്ടാണ് ചൈനയെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇപ്പം ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തെന്ന് വെച്ചിട്ട് ഇത് ഇന്ത്യക്ക് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രദേശത്തിൻ്റെ തൊട്ടടുത്ത്, അതായത് ഇന്ത്യയെക്കാട്ടിലും അടുത്ത് കിടക്കുന്ന സ്ഥലം ശ്രീലങ്കയാണ്. ശ്രീലങ്കയും ഓൾറെഡി ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ശ്രീലങ്കയും രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ ഇൻ്റർനാഷണൽ സീബെഡ് അതോറിറ്റി പോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഇൻ്റർനാഷണൽ ബോഡിയാണ് ദ കമ്മീഷൻ ഓൺ ദി ലിമിറ്റ്സ് ഓഫ് കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറയുന്ന ഒരു കമ്മീഷനുണ്ട്. UN ക്ലോസിൻ്റെ കീഴിൽ വരുന്ന ഒരു കമ്മീഷനാണ്. അപ്പോൾ ആ കമ്മീഷൻ ഓരോ രാജ്യത്തിൻ്റെയും കോണ്ടിനെൻ്റൽ ഷെൽഫിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രത്തോളമാണെന്ന് തീരുമാനിക്കുന്നത് ഈ കമ്മീഷനാണ്. അവരുടെ തീരുമാനം പലപ്പോഴും ഈ ഒരു കാര്യത്തിൽ ഇന്ത്യക്ക് ഡിട്രിമെൻ്റൽ ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഇൻ്റർനാഷണൽ വാട്ടേഴ്സിലുള്ള മിനറൽ എക്സ്പ്ലോയിറ്റേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും റിസർച്ച് നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യ ഒരു മത്സ്യ 6000 എന്ന് പറയുന്ന ഒരു ഡീപ് സീ എക്സ്പ്ലോറേഷൻ വെഹിക്കിൾ ഇടക്കാലത്ത് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇതിനൊന്ന് കണക്ട് ചെയ്യാൻ നോക്കുക.
ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സിക്കിൾ സെൽ ഡിസീസ് ആണ്. സോ ഈ സിക്കിൾ സെൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ദ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്ത് അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനാക്സസിബിലിറ്റി ആൻഡ് കോസ്റ്റ് ക്രിപ്പിൾ എഫേർട്സ് ടു ട്രീറ്റ് സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ സിക്കിൾ സെൽ ഡിസീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഇൻഹെറിറ്റൻസ് ആയിട്ട് കിട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് റെഡ് ബ്ലഡ് സെൽ ഡിസോർഡേഴ്സിനെയാണ് നമ്മൾ സിക്കിൾ സെൽ ഡിസീസ് എന്ന് വിളിക്കുക. ഇത് യൂഷ്വലി ജനറ്റിക് ആയിട്ടാണ് ഇത് വരാറുള്ളത്. ഇത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെ ബാധിക്കുന്ന ഒരു ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഹീമോഗ്ലോബിനൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹീമോഗ്ലോബിനാണ് ബേസിക്കലി നമ്മുടെ ശരീരത്തിലൂടെ ഓക്സിജൻ ക്യാരി ചെയ്ത് പോകുന്നത് ഹീമോഗ്ലോബിനാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഡിസീസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സെല്ലുകൾ എന്ന് പറയുന്നത് ഒരു ഡിസ്ക് ഷേപ്പ് പോലെ ആയിരിക്കും, ഒരു ഡോണറ്റിൻ്റെ ഒക്കെ ഷേപ്പിലായിരിക്കും നമ്മുടെ യൂഷ്വലി ഉള്ള റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ഓക്സിജൻ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡിസ്ക് ഷേപ്പിലായതുകൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന ബ്ലഡ് സെൽസ് വളരെ ഫ്ലെക്സിബിൾ ആണ്. അതിന് ഏത് പ്രദേശത്തൂടെയും അല്ലെങ്കിൽ വളരെ ചെറിയ നാരോ ആയിട്ടുള്ള വെയിൻസിലൂടെ പോലും കയറി പോകാൻ പറ്റും. ഓക്കെ, വലിയ പ്രശ്നങ്ങളൊന്നും അല്ലാതെ ഈ ട്രാവൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ ഈ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസ്ക് ഷേപ്പിലുള്ള നമ്മുടെ റെഡ് ബ്ലഡ് സെൽസ് ഒരു ക്രസന്റ് ഷേപ്പിലേക്ക്, ഒരു ചന്ദ്രന്റെ ആകൃതിയിലേക്ക് മാറും. ഓക്കെ, ഒരു സിക്കിളിന്റെ അല്ലെങ്കിൽ ഒരു അരിവാളിന്റെ രൂപത്തിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ മാറുന്നതോട് കൂടിയിട്ട് ഇതൊരു ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം സംഭവിക്കുന്നതാണ്. സോ അപ്പോൾ ഈ ബ്ലഡ് സെൽസ് ഇങ്ങനെ ബെൻഡായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ ബ്ലഡ് വെസൽസിനകത്ത് ഇതൊരു ട്രാഫിക് ജാം പോലുള്ളൊരു സംഭവം അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോനെ തടയുന്ന രീതിയിലുള്ള ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇതിനെയാണ് സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇത് ആഫ്രിക്കയിലാണ് മലേറിയ പോലുള്ള അസുഖങ്ങൾക്കുള്ളൊരു നാച്ചുറൽ എന്താണ് പറയുക, ശരീരത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിക്കിൾ സെൽ ഡിസീസ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിൽ റയർ ഡിസീസസിൻ്റെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയുന്നത്. സോ ഇതാണ് സിക്കിൾ സെൽ ഡിസീസ് എന്ന് പറയാം. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കൃഷി ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കൃഷി ICCCയെ കുറിച്ചാണ്. സോ ഈ കൃഷി ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററിനെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ബേസിക്കലി ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ ആണ്. കൃഷി എന്നുള്ള വാക്കുകളുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കും ഇത് അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ളത്. സോ ഇത് ഒരു ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ബേസിക്കലി ഒരു ഡാഷ്ബോർഡാണ്. ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡാഷ്ബോർഡാണ്. ഇതിനകത്ത് ഒരുപാട് മൾട്ടിപ്പിൾ IT ആപ്ലിക്കേഷൻസ് ഒക്കെ പ്ലാറ്റ്ഫോംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൽഹിയിലുള്ള മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിൻ്റെ അതിലാണ് ഈ ഡാഷ്ബോർഡ് അവർ ഹൗസ് ചെയ്തേക്കുന്നത്. സോ നമ്മുടെ പോളിസി മേക്കേഴ്സിന് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കേഴ്സിന് ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡാഷ്ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നിയമനിർമ്മാണമാണെങ്കിലും പോളിസി ഫോർമുലേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ്സിൻ്റെ അഗ്രികൾച്ചർ സെക്ടറിൽ വരുന്ന ഡിഫറെൻറ്റ് ഇനീഷ്യേറ്റീവ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആണെങ്കിലും അതിനകത്തൊക്കെ ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോളിസി മേക്കേഴ്സിനെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഡാഷ്ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡാഷ്ബോർഡിനകത്ത് മൾട്ടിപ്പിൾ ടെക്നോളജീസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റിമോട്ട് സെൻസിങ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഇൻഫർമേഷൻസ് ഗാദർ ചെയ്യാനും അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ, റെയിൻഫോൾ, ക്രോപ്പ് ഫീൽഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതിനും ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസിനകത്ത് ഒരു കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോമും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ഈ കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ് ഈ മൈക്രോ ലെവൽ ഡാറ്റ കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് പ്രോസസ്സ് ചെയ്യുന്നതും ഒരു മാക്രോ പിക്ചറായിട്ട് കുറച്ചുകൂടി ഒരു ബിഗ്ഗർ പിക്ചറായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റമാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ന്യൂ കളക്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഗോളാണ്. സോ ഈ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഗോൾ എന്ന് പറയുന്നത് ബേസിക്കലി ക്ലൈമറ്റ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്, ഫൂട്ടിംഗ് ദ ക്ലൈമറ്റ് ആക്ഷൻ ബില്ലെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി മനസ്സിലാക്കുക 2009 ഡെവലപ്ഡ് കൺട്രീസ് ഈ ക്ലൈമറ്റ് ആക്ഷന് വേണ്ടിയിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ മിറ്റിഗേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ക്ലൈമറ്റ് ആക്ഷൻസിന് വേണ്ടിയിട്ട് ഒരു $100 ബില്യൺ ആനുവലി റൈസ് ചെയ്യാം എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രയും കാലമായിട്ടും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ COP29 ഇപ്പോൾ നടക്കാൻ പോകുന്നത് നവംബറിൽ ബാക്കുവിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലൈമറ്റ് ഫിനാൻസ് ബഡ്ജറ്റിനകത്തുള്ള പുതിയൊരു ക്ലൈമറ്റ് ഫിനാൻസ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു നവംബറിൽ നടക്കാൻ പോകുന്ന COP29 മുമ്പായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ പറയുന്ന
ന്യൂ കളക്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഗോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഗോൾ എന്ന് പറയുന്നത് ഈ ഡെവലപ്ഡ് കൺട്രീസ് 2025 തൊട്ട് ക്ലൈമറ്റ് ആക്ഷൻസിന് വേണ്ടിയിട്ട്, ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ക്ലൈമറ്റ് ആക്ഷൻസിന് വേണ്ടിയിട്ട് 2025 തൊട്ട് ഡെവലപ്ഡ് കൺട്രീസ് മൊബിലൈസ് ചെയ്യേണ്ടി വരുന്ന ഒരു പുതിയ എമൗണ്ട് ആണ് ഈ ന്യൂ കളക്റ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഗോൾ എന്ന് പറയുന്നത്. ആ പുതിയ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. സോ അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2009 പ്രോമിസ് ചെയ്തിട്ടുള്ള $100 ബില്യൺ പെർ ഇയർ എന്നുള്ളതിനേക്കാട്ടിലും കൂടുതലായിരിക്കും ഈ പുതിയ എമൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2020 തൊട്ട് 2009 അവർ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 2020 തൊട്ട് എല്ലാ വർഷവും $100 ബില്യൺ വെച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് ഡെവലപ്ഡ് കൺട്രീസ് റേസ് ചെയ്യുന്നതാണ്. പക്ഷേ അക്കാര്യത്തിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ COP29 ഇപ്പോൾ ബാക്കു, അസർബൈജാനുള്ള ബാക്കുവിൽ വെച്ചിട്ടാണ് നവംബർ 11 തൊട്ട് 24 വരെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവും എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് നിമ്മു പദം ദർച്ച റോഡാണ്. സോ ഇത് നമ്മുടെ ഇന്ത്യയിലെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു റോഡാണ്. ഇത് മണാലി ലേ റൂട്ടിൽ പുതുതായിട്ടൊരു വൈറ്റൽ സപ്ലൈ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള മണാലിയിലെ ശ്രീനഗറിലെ ഹൈവേക്ക് പകരം, അതായത് മണാലിയിലെ അതുപോലെ തന്നെ ശ്രീനഗറിലെ എന്ന് പറയുന്ന 2 ഹൈവേസ് ഉണ്ട്, അതൊരു ഓൾട്ടർനേറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഈ മണാലി ആൻഡ് ലേനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു പുതിയ റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു റോഡ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേ അറിയാം, ലേയുടെ അടുത്തുള്ള നമ്മുടെ അയൽ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പോൾ ആ റീജിയനിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ബോർഡർ ഡിസ്പ്യൂട്ട് ഉണ്ട്. അപ്പോൾ ആ ബോർഡർ ഏരിയയിലേക്കുള്ള ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഇന്ത്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളിലുള്ള നമ്മുടെ ഡിഫൻസ് പ്രിപ്പയർനെസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു പുതിയ റോഡ് സഹായിക്കും എന്നാണ് പറയുന്നത്. എസ്പെഷ്യലി ഈ സാൻസ്കാർ വാലിയിലൊക്കെ ഉള്ള ഡിഫൻസ് പ്രിപ്പറേഷൻ കൂടാതെ ഈ ഒരു പ്രദേശത്തുള്ള എക്കണോമിക് ഡെവലപ്മെന്റിനെയും ഇത് സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷനെ കുറിച്ചുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിലാണ് ഇവർ വരുന്നത്. സോ നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ ഏരിയാസിലുള്ള റോഡ് നെറ്റ്വർക്കുകൾ ഡെവലപ്പ് ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്. അതുകൂടാതെ ഇന്ത്യയുടെ ഫ്രണ്ട്ലി നേഷൻസിലും ഇവർ ഇത്തരത്തിൽ റോഡ് കൺസ്ട്രക്ഷൻ നടത്താറുണ്ട്. സോ ഇനി ഇതിനു കൂടെ നമ്മുടെ ലേ ലഡാക്ക് റീജിയനിലുള്ള പ്രധാനപ്പെട്ട മൗണ്ടൻ പാസസും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന് ഉംലിംഗ് ല എന്ന് പറയുന്നതാണ്. സോ നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള ഹയസ്റ്റ് മോട്ടോറബിൾ പാസ് എന്ന് പറയുന്നത് ഇതാണ്. ലേനെ പാങ്കോങ്സോ ലേക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാസ്സാണിത്. മറ്റൊന്ന് രണ്ടാമത്തത് കാർദുംഗ്ല പാസ്സാണ്. ലേനെ സിയാച്ചിൻ ഗ്ലേഷ്യറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. മൂന്നാമത്തത് താങ്ക്ല പാസ്സാണ്. ഇത് ലഡാക്കിലാണുള്ളത്. പിന്നുള്ളത് ഒരു ബാറ ലച്ചാല പാസ് ഉണ്ട്. അത് മണാലിനെയും ലേനെയും കൂടി കണക്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കർബിംഗ് ബ്ലാക്ക് കാർബൺ എമിഷൻസിനെ കുറിച്ചാണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 8 ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ദ നീഡ് ടു കർബ് ബ്ലാക്ക് കാർബൺ എമിഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ UNFCCയുടെ COP26 2021 ഗ്ലാസ്ഗോയിൽ വെച്ച് നടക്കുന്ന സമയത്ത് 2070 കൂടിയിട്ട് ഇന്ത്യ നെറ്റ് സീറോ എമിഷൻ അച്ചീവ് ചെയ്യുന്നുള്ളൊരു പ്രോമിസ് മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കാർബൺ ന്യൂട്രാലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ അതിനകത്തുള്ള നമ്മൾ ഫേസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ഹഡിൽ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കാർബൻ്റെ ഇഷ്യൂ ആണ്. സോ ഈ ബ്ലാക്ക് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ലിവ്ഡ് ആയിട്ടുള്ള, അതായത് വളരെ ചെറിയ ആയുർദൈർഘ്യം മാത്രമുള്ള ഒരു പൊള്യൂട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരനാവുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കാർബൺ ആണ്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഈ ബ്ലാക്ക് കാർബൺ ഫോം ചെയ്യുന്നത് നമ്മുടെ ഫോസിൽ ഫ്യൂൽ അല്ലെങ്കിൽ ബയോഫ്യൂൽ അല്ലെങ്കിൽ ബയോമാസൊക്കെ കംപ്ലീറ്റ്ലി ബേൺ ഔട്ട് ആവാതെ വരുന്ന സമയത്ത് അതിൻ്റെ റെസിഡ്യൂ ആയിട്ട് വരുന്നതാണ് ഈ ബ്ലാക്ക് കാർബൺ. അതായത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂലോ ബയോഫ്യൂലോ ബയോമാസോ കാരണമാണ് ഇത് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ബ്ലാക്ക് കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് കാർബൺ എമിഷൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് റെസിഡൻഷ്യൽ സെക്ടറാണ്. അതായത് ഇന്ത്യയുടെ ടോട്ടൽ ബ്ലാക്ക് കാർബൺ എമിഷൻ്റെ 47% വരുന്നത് ഈ പറയുന്ന റെസിഡൻഷ്യൽ സെക്ടറിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റെസിഡൻഷ്യൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് എന്നാണ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള കുക്കിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, അതായത് ഈ കൗഡങ്ക് പോലുള്ള അല്ലെങ്കിൽ സ്ട്രോ പോലത്തെ ബയോമാസ് ഒക്കെ കത്തിച്ചുകൊണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നാണ് പ്രധാനമായിട്ടും ബ്ലാക്ക് കാർബൺ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട സോഴ്സസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് ആണ് 22% ഇതിൻ്റെ കാരണക്കാർ, വെഹിക്കിൾസ് 17%, അതുപോലെ തന്നെ ഈ ഓപ്പൺ ബേണിംഗ് ആണ് 12%, ബാക്കിയുള്ള സോഴ്സസ് 2%. അപ്പോൾ മെയിൻലി ഇപ്പോൾ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി ബ്ലാക്ക് കാർബൻ്റെ പ്രധാനപ്പെട്ട അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന്
ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരനാവുന്നു എന്നുള്ളതാണ്. അതായത് ഇത് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുകയും അറ്റ്മോസ്ഫിയറിനെ വാം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു നിലവിലുള്ള ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റിനെ വീണ്ടും വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. മറ്റൊന്ന് ഇത് കാരണം ഉണ്ടാകുന്ന ഹെൽത്ത് റിസ്ക് ആണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഹെൽത്ത് റിസ്ക് ആണ്. കാരണം ഈ ബ്ലാക്ക് കാർബൺ നമ്മൾ വീടുകളിൽ കത്തിക്കുന്ന സമയത്ത് ഇതുമായിട്ട് എക്സ്പോസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് മെയിൻലി സ്ത്രീകളും കുട്ടികളും ആയിരിക്കും. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിന്, ഇപ്പോൾ ഹേർട്ട് ഡിസീസ്, റെസ്പിറേറ്ററി ഇഷ്യൂസ്, ബർത്ത് കോംപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ പ്രീമെച്യൂർ ഡെത്ത്, ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസിൻ്റെ അല്ലെങ്കിൽ ഹെൽത്ത് റിസ്കുകൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാരണക്കാരനാണ് ഈ ബ്ലാക്ക് കാർബൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പരിധി വരെയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ബേസിക്കലി ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, പക്ഷേ ഇതിനെ കൂടി അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് ഉള്ള ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എങ്ങനെയാണ് ഈ ബ്ലാക്ക് കാർബണിൻ്റെ എമിഷനെ റെഡ്യൂസ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഈ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനക്കകത്ത് ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത്, ഈ ഹൗസ് ഹോൾഡുകൾക്ക്, അതായത് പാവപ്പെട്ട വീടുകൾക്ക് ഫ്രീ ആയിട്ട് കുക്കിംഗ് ഗ്യാസ് സപ്ലൈ അല്ലെങ്കിൽ LPG കണക്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ആദ്യത്തെ സിലിണ്ടറും ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് ക്ലീൻ കുക്കിംഗ് ഫ്യൂവലിലേക്ക് സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട വീടുകളിലുള്ള ആളുകൾക്ക് ആക്സസ് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ ബ്ലാക്ക് കാർബൺ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കൗഡങ്ക് അല്ലെങ്കിൽ ഈ മറ്റുള്ള ബ്ലാക്ക് കാർബൺ എമിഷന് കാരണമാകുന്ന കുക്കിംഗ് ഫ്യൂവൽസ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഒഴിവാകുന്നുണ്ട്. മറ്റൊന്ന്, ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കുക്കിംഗ് സ്റ്റൗ പോലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൾണറബിൾ ഗ്രൂപ്പ്സിനെയാണ്, അതായത് നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റയിൽ ഏറ്റവും താഴേക്കടി കിടക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുക്കിംഗ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുക, അവരാണ് ഇതിന് ഏറ്റവും അധികം എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി വൾണറബിൾ ഗ്രൂപ്പ്സിന് ഇമ്പാക്ട് ചെയ്യുന്നൊരു പ്രശ്നമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനക്കകത്ത് അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് ഈ സോഷ്യോ എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക്കലി വലിയ ഇതിൽ വീക്കർ ആയിട്ടുള്ള ആൾക്കാർക്കായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഇത്തരത്തിലുള്ള ചില പോസിറ്റീവ് സ്റ്റെപ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിന് ചില ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോർട്ട് കമ്മിങ്സ് ആണ്. ഇപ്പോൾ 2022-23 കാലഘട്ടത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 25% ഈ പറയുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ബെനിഫിഷ്യറീസും അവർക്ക് ബേസിക്കലി ഈ പറയുന്ന LPG റീഫിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ RTI ഡാറ്റ അനുസരിച്ച് അവർ ഈ പറയുന്ന ഒന്നുകിൽ അവർക്ക് ഈ പറയുന്ന LPG റീഫിൽ ഇല്ല, അല്ലെങ്കിൽ ഒരൊറ്റ LPG റീഫിലെ ഈ പറയുന്ന 22-23 കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഫസ്റ്റത്തെ ഗ്യാസ് സിലിണ്ടർ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് അത് റീഫിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നില്ല. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഗ്യാസ് സിലിണ്ടർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ റീഫിൽ ചെയ്യാനുള്ള പണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കുക്കിംഗ് മെത്തേഡ്സിലേക്ക്, അതായത് ഈ ബ്ലാക്ക് കാർബൺ ഒക്കെ എമിറ്റ് ചെയ്യുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ബയോമാസ് കുക്കിംഗ് മെത്തേഡിലേക്ക് തിരിച്ചു പോകും. രണ്ടാമത്തത് ഒരു അഡ്രസ്സിങ് അഫോർഡബിലിറ്റി ചാലഞ്ചസ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് ഈ സബ്സിഡി ഒക്കെ ഇൻക്രീസ് ചെയ്തെങ്കിലും ഇപ്പോൾ നമുക്കറിയാം LPGയുടെ കേസിൽ നിലവിൽ സബ്സിഡി ഇല്ല. ഓക്കെ, അതായത് പ്രാക്ടിക്കലി നിലവിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ആളുകൾക്ക് സബ്സിഡി കിട്ടുന്നില്ല. അപ്പോൾ അത് അഫോർഡബിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊന്നൊരു ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയാണ്. അതായത് ഈ പറയുന്ന പദ്ധതിക്കകത്ത് ഈ LPG ഡിസ്ട്രിബ്യൂഷനകത്ത് ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകളുടെ ഒരു ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പ്രശ്നമാണ്. എസ്പെഷ്യലി റിമോട്ട് ആയിട്ടുള്ള റൂറൽ ഏരിയാസിലൊക്കെ അവർക്ക് LPG കണക്ഷൻസ് കിട്ടിയാലും ഈ പറയുന്ന റീഫിലൊന്നും പെട്ടെന്ന് അവൈലബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള അടുത്തുള്ള റീഫില്ലിംഗ് സ്റ്റേഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ദൂരത്തായിരിക്കും. അപ്പോൾ ഈ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ കൂടുതലും, അതായത് അവരാണ് ഏറ്റവും വീക്കറായിട്ടുള്ള ആൾക്കാർ. പക്ഷെ അവർ അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിയുടെ ഇഷ്യൂ കാരണം തന്നെ അവർ ബയോമാസ് ബേണിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ വരും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.